ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇന്ത്യ ടൂർ ഓഫ് ഇംഗ്ലണ്ടിലെ അവസാനത്തെ ടെസ്റ്റ് മത്സരം നാളെ ഓവലിൽ തുടങ്ങുകയാണ്. അപ്പോൾ ഈ മത്സരം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഈ ഒരു സീരീസ് ലെവൽ ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ആ ടെസ്റ്റിൻ്റെ ഒരു ഡേ ബൈ ഡേ റിവ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു സെലക്ഷൻ്റെ കാര്യത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോ കവർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം വീഡിയോസ് അങ്ങനെ ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് അത് നമുക്ക് പറഞ്ഞു തുടങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മാച്ചിന്റെ പ്രിവ്യൂയിലേക്ക് പോവാം. ഈ ടെസ്റ്റ് സീരീസിൽ ഇന്ത്യയുടെ ഒരു സൈഡിൽ നിന്ന് എനിക്ക് ഏറ്റവും ബാഫ്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു ടു ഡിഫെൻസീവ് അപ്രോച്ചാണ്. ഇപ്പോൾ വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്ന സമയത്ത് ആ ഒരു ബോളേഴ്സിന്റെ ഒരു അഗ്രസീവ് മൈൻഡ് സെറ്റ്, ആ ഒരു 20 വിക്കറ്റ്സ് എടുക്കുക എന്നുള്ള രീതിയിൽ റുത്ത്ലെസ് ആയിട്ട് ബോൾ ചെയ്യുന്ന ഒരു ടീമിനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ നമ്മൾ ഈ ഒരു ഇന്ത്യൻ ടീമിലേക്ക്, ഈ ഒരു ട്രാൻസിഷൻ ഫേസിലേക്ക് വരുമ്പോൾ അവർ ഡിഫെൻസീവ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാനായിട്ട് അവരുടെ ഒരു ബോളിങ്ങിനെ സാക്രിഫൈസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ മത്സരങ്ങളിലായാലും ഇപ്പം ഷർദുൽ താക്കൂർ, അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡി, അതുപോലെ വാഷിംഗ്ടൺ സുന്ദർ, അങ്ങനെ ബാറ്റ് ചെയ്യാൻ കൂടി കഴിയുന്ന ബോളർമാരെയാണ് ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പോൾ പ്ലേയേഴ്സിനെ അല്ല ഞാൻ കുറ്റം പറയുന്നത്, അല്ലാതെ പ്ലേയേഴ്സിനെ ക്രിറ്റിസൈസ് ചെയ്യുകയല്ല. കാരണം വാഷിംഗ്ടൺ സുന്ദറൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ കളിച്ച പ്ലേയേഴ്സാണ്. ഇവിടെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജിയാണ്. ഇവിടെ വാഷിംഗ്ടനെ നമുക്ക് മാറ്റി നിർത്താം. ഇവിടെ ഷർദുൽ താക്കൂറിന്റെ കാര്യം എടുക്കാം. അപ്പോൾ ഷർദുലിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു ബാറ്റിംഗ്, ഒരു ആഡഡ് ബാറ്റിംഗ് ഇതിന് വേണ്ടിയിട്ടാണ് താക്കൂറിനെ ടീമിൽ എടുക്കുന്നത്. അപ്പോൾ അവിടെ സാക്രിഫൈസ് ചെയ്യപ്പെടുന്നത് ഒരു സ്പെഷ്യലിസ്റ്റ് ബോളറാണ്. ഫോർ എക്സാമ്പിൾ കുൽദീപ് യാദവ് എന്ന് പറയുന്ന ആ ഒരു മിസ്റ്ററി ചൈനാമാൻ ബോളറിന് ഈ സീരീസിൽ ഒരു അവസരം പോലും കിട്ടിയില്ല. അതിന് കാരണം എന്താണ്? കുൽദീപിന് ബാറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അത്രയും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കുൽദീപിനെ മാറ്റി നിർത്തപ്പെട്ടത്. അപ്പോൾ കുൽദീപിന് കുറച്ചൊരു ബാറ്റിംഗ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഒരു സൈഡ് നോക്കുമ്പോൾ കുൽദീപ് ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് തട്ടി മുട്ടി കളിക്കാനുള്ള ഏബിൾ ബാറ്റർ ആണെങ്കിൽ പോലും ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ തക്ക ഒരു ബാറ്റർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുൽദീപിന് അവസരം നഷ്ടപ്പെട്ടതെന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ലോർഡ്സിലൊക്കെ കുൽദീപിനെ കളിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ആ ഒരു ബാറ്റിംഗ് ഇതില്ലാത്തത് കാരണം ഇവിടെ എന്താണ് കുൽദീപിന് അവസരം നഷ്ടപ്പെട്ടു. ഇനി ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ എന്താണ് ബാറ്റിംഗ് സ്ട്രെങ്തോടെ നോക്കിയിട്ട് ഷർദുലിനെ എടുത്തു കഴിയുമ്പോൾ ഷർദുൽ ഇപ്പം 4ാമത്തെ ടെസ്റ്റിൽ ഒരു ഇന്നിങ്സിലല്ലാതെ ബാറ്റിങ്ങിൽ കാര്യമായിട്ട് ശോഭിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ ബോളിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബോളിങ്ങിലും ഷർദുൽ താക്കൂറിനെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതായത് ഒരു പ്യുവർ ബോളർ എന്ന രീതിയിൽ ഷർദുലിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല ടീം. എങ്കിലും ആ ഒരു ബാറ്റിങ്ങിന്റെ പേരിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നിടത്താണ് അവിടെ പ്രശ്നം. കാരണം ബാറ്റ് കൊണ്ട് ഒരു മിനിമൽ കോൺട്രിബ്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഒരു മിനിമൽ കോൺട്രിബ്യൂഷൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു അറ്റാക്കിംഗ് ബോളറിനെ കളിപ്പിച്ചുകൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോളേഴ്സ് വിൻ യു ഗെയിംസ്, ബോളർമാരാണ് നിങ്ങളെ കളി ജയിപ്പിക്കുന്നത്. കാരണം 20 വിക്കറ്റ് എടുക്കാത്ത ടെസ്റ്റിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ബാറ്റേഴ്സിന് മത്സരം സേവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സംഭവിച്ചതുപോലെ ബാറ്റിംഗ് കൊണ്ട് മത്സരം സേവ് ചെയ്യാൻ കഴിയും. എന്നാൽ ബൗളേഴ്സ് ആണ് നമ്മൾ കളി ജയിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഫിലോസഫിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു ഇന്ത്യൻ ടീമിനെയാണ് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വാഷിംഗ്ടണിനെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ബോൾ ചെയ്യാൻ കൊണ്ടുവന്ന് 69ാമത്തെ ഓവറിലാണ്. അപ്പോൾ അതുവരെ വാഷിംഗ്ടണെയും അവിടെ എന്താണ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവരൊരു ഡിഫൻസീവ് സെലക്ഷൻ പോയിട്ട് അതിൽ തന്നെ അവർ ആ ഒരു എടുക്കുന്ന പ്ലേയേഴ്സിനെ ചില സമയത്ത് ട്രസ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കുറച്ച് സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഒരു ടെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ കോൺഫിഡൻസോടെ ആയിരിക്കും എത്തുന്നത്. കാരണം 300+ ലീഡ് വഴങ്ങുക, അതിനുശേഷം 0-2 എന്ന അവസ്ഥയിൽ എത്തുക, പിന്നീട് 5 സെഷന് മുകളിൽ ബാറ്റ് ചെയ്ത് ഒരു മത്സരം സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഹീറോയിക് ഫീറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലായിരിക്കും ഇന്ത്യ ഓവലിലേക്ക് എത്തുക. ഇനി നമ്മൾ ടീം കോമ്പിനേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറഞ്ഞ് തന്നെ തുടങ്ങാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെയാണ് ഓൾറെഡി ഒരു പ്ലേയിങ് ഇലവനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവിടെ പ്രധാനമായിട്ടും 4 ചേഞ്ചുകളാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ബെൻ സ്റ്റോക്സ് ഫുള്ളി ഫിറ്റ് അല്ല, ഇടയ്ക്ക് റിട്ടയർഡ് ആയിട്ട് പോയി. അങ്ങനെ കുറച്ച് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബെൻ സ്റ്റോക്സ് റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. പകരം ഒലി പോപ്പ് ആയിരിക്കും ഇംഗ്ലണ്ട് ടീമിനെ നയിക്കുക. പിന്നീട് ഒരു മറ്റു 3 ചേഞ്ചസ് കൂടെ വന്നിട്ടുണ്ട്. അതായത് ജോഫ്ര ആർച്ചർ, ബ്രൈഡൻ കാഴ്സ്, അതുപോലെ തന്നെ ലിയാം ഡോസൺ. ഇവർ 3 പേരും ഈ മത്സരത്തിൽ കളിക്കുന്നില്ല. ലിയാം ഡോസൺ കഴിഞ്ഞ മത്സരത്തിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ച പ്ലെയർ ആണ്, പക്ഷേ ഈ മത്സരത്തിൽ കളിക്കുന്നില്ല. ഇനി പകരം ഇംഗ്ലണ്ട് ടീമിലേക്ക് വന്നിരിക്കുന്നത് ഒന്ന് ജേക്കബ് ബഥലിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലെയർ ആണ്, ഒരു യങ് ടാലന്റ് ആണ്. അതുപോലെ തന്നെ പിന്നീട് ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ഗുസ് അറ്റ്കിൻസൺ, അതുപോലെ തന്നെ ജെയ്മി ഓർട്ടൺ, പിന്നീട് ജോഷ് ടങ്. ഇവർ 3 പേരുമാണ് ടീമിലേക്ക് വരുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, ഇവർ സ്പെഷ്യൽ സ്പിന്നറിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ഇപ്പോൾ ആദ്യത്തെ മത്സരങ്ങളിൽ ഷോയബ് ആർച്ചർ ഉണ്ടായിരുന്നു, ഇനി പിന്നീട് ലിയാം ഡോസൺ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മത്സരത്തിൽ അവരുടെ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നോക്കി കഴിഞ്ഞാൽ അവർ ഒരു സ്പെഷ്യൽ സ്പിന്നർ ഇല്ല. പകരം ജേക്കബ് ബഥൽ ആ ഒരു ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബോളിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ജോ റൂട്ട്. ഈ 2 പേരിലായിരിക്കും ഇവർക്ക് സ്പിൻ ബോളിംഗ് ആവശ്യമായിട്ട് വന്നാൽ ഇംഗ്ലണ്ട് റിലേ ചെയ്യുക.
അതാണ് ഇവരുടെ ഒരു ടീമിലെ ഒരു പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പിച്ചിന്റെ കാര്യത്തിലേക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഓവലിലാണ് മത്സരം നടക്കുന്നത്. ഇപ്പോൾ ഓവൽ എന്ന് പറയുന്നത് ഒരു റീസൺ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ സീം ബോളേഴ്സിനെ തുണയ്ക്കുന്ന ഒരു പിച്ചാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മത്സരത്തിന് തയ്യാറാക്കിയിരിക്കുന്ന പിച്ചായാലും ഒരു ഗ്രീൻ സർഫസ് ആണ്, ഒരു ലൈവ്ലി സർഫസ് ആയിട്ടാണ് തോന്നുന്നത്. ഇനി നമ്മൾ ആ ഒരു അവിടെ നടന്ന കൗണ്ടി മത്സരങ്ങളുടെ ഒരു സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് വീണ 150 വിക്കറ്റുകളിൽ 131 വിക്കറ്റുകളും എടുത്തിരിക്കുന്നത് സീം ബോളേഴ്സ് ആണ്. അപ്പം 150-131 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഫിഗർ ആണ്. അപ്പോൾ അത്രയും സീം ബോളേഴ്സിനെ പിന്തുണയ്ക്കുന്ന പിച്ചാണ് നമ്മുടെ ഓവലിലെ എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പോൾ ബാറ്റിങ്ങിന് ഇതുണ്ടാവുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇന്നിങ്സ് ആണ് ഏറ്റവും കൂടുതൽ ഹൈ സ്കോർ വന്നിട്ടുള്ളത്. അതിൽ തന്നെ സറെ ഈ ഇടയ്ക്ക് 820 എന്ന് പറയുന്ന റെക്കോർഡ് സ്കോർ ഈ സെയിം സ്റ്റേഡിയത്തിൽ അടിക്കുകയുണ്ടായി. പിന്നെ അവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ മത്സരത്തിന് ഉപയോഗിച്ചിരുന്നത് കൂക്കാബ്ര ബോൾസ് ആയിരുന്നു. കൂക്കാബ്ര ബോൾസ് അറിയാം, അതായത് കുറച്ചുകൂടെ അത്രയും ഡ്യൂക്സ് ബോളിൽ കിട്ടുന്ന അത്രയും ഒരു പിന്തുണ കൂക്കാബ്ര ബോളേഴ്സിന് കിട്ടാറില്ല. അപ്പം അങ്ങനെ ഒരു റെക്കോർഡ് ഫീറ്റും ഈ അടുത്ത് നടന്നു, അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. അപ്പോൾ എന്തായാലും പേസ് ബോളേഴ്സിനെ തുണയ്ക്കുന്ന ഒരു പിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഓൾ സീം ബോളിംഗ് ലൈനപ്പുമായിട്ട് ഇംഗ്ലണ്ട് വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഇനി ഇന്ത്യൻ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുംറ കളിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. എങ്കിലും ശുഭ്മാൻ ഗിൽ പറഞ്ഞത് നാളെ ഡിസിഷൻ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വർക്ക് ലോഡ് വെച്ചിട്ട് ഇപ്പം നമ്മുടെ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു 4ാമത്തെ ദിവസം തൊട്ട് ബുംറ ബോൾ ചെയ്തിട്ടില്ല. പിന്നെ ഒരു 3 ഡേ, അങ്ങനെ ടോട്ടൽ 5 ഡേ ഗ്യാപ്പ് കിട്ടി. പിന്നെ ബുംറയെ റിസ്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് കുറവാണ്. പക്ഷേ ഗില്ലൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല, എങ്കിലും കളിക്കാതിരിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. പിന്നീട് ഋഷഭ് പന്ത് റൂൾഡ് ഔട്ട് ആയി കഴിഞ്ഞു, പകരം ധ്രുവ് ജുറൽ എത്തും. അവിടെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പിന്നീട് അൻഷുൽ കമ്പോജ് കഴിഞ്ഞ മത്സരത്തിൽ നിറം മങ്ങിയിരുന്നു, അപ്പോൾ പകരം ആകാശ്ദീപ് എത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അർഷദീപ് സിംഗും ടീമിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ചേഞ്ചസ് ആണ്. അപ്പം ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ കുൽദീപ് കളിക്കും എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഇവിടെ കുൽദീപിനെ കളിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓവലിന്റെ ഒരു ഹിസ്റ്ററി തന്നെയാണ്. ഒരു സൈഡിലൊരു ഫുൾ ഓൺ സീം അറ്റാക്കുമായിട്ട് ഇറങ്ങുമ്പോൾ ഇന്ത്യ 3 സ്പിന്നേഴ്സിനെ, ഓൾറെഡി ജഡേജയുണ്ട്, വാഷിംഗ്ടൺ സുന്ദറുണ്ട്, അപ്പോൾ രണ്ടുപേരും നല്ല ഫോമിലാണ്. ഇപ്പോൾ ഇനി അവരുടെ ബോളിംഗ് നോക്കിയില്ലെങ്കിൽ പോലും ബാറ്റിംഗ് കൊണ്ട് മാത്രം അവരെ ടീമിൽ നിലനിർത്താൻ സാധിക്കും. പിന്നീട് സീം ബോളേഴ്സ് ആയിട്ട് വരുന്നത് സിറാജ് ഓഫ് കോഴ്സ് കാണും. സിറാജിന്റെ വർക്ക് ലോഡ് എന്ന് പറയുന്നത് ഒരു എൻറ്റയർലി ഡിഫറൻറ്റ് മാറ്റർ ആണെങ്കിലും സിറാജ് തന്നെ ആയിരിക്കും ബുംറ ഇല്ലെങ്കിൽ ലീഡർ ഓഫ് ദ അറ്റാക്ക്. അതുപോലെ തന്നെ ആകാശ്ദീപ് ടീമിൽ തിരിച്ചെത്തുന്ന സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അർഷദീപ് അരങ്ങേറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 3 പേസ് ബോളേഴ്സ് ആണ്. പിന്നീട് ഒരു സ്ലോട്ടാണുള്ളത്. ഇവിടെ ഋഷഭ് പന്ത് ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം. പന്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബാറ്ററാണ്. പകരം ധ്രുവ് ജുറൽ ഉണ്ടെങ്കിലും ധ്രുവ് ജുറൽ ഇംഗ്ലീഷ് കണ്ടീഷനിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ അല്ല. അപ്പോൾ അങ്ങനെ വരും ബാറ്റിംഗ് കുറച്ച് തിന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർ ഷർദുൽ ഠാക്കൂറിനെ തന്നെ കളിപ്പിക്കുമോ, അതായത് ബാറ്റിംഗ് കുറച്ച് തിന്നായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിഫൻസീവ് അപ്രോച്ചിലേക്ക് പോകുമോ? അങ്ങനെയാണെങ്കിൽ ഠാക്കൂറിനെ കളിപ്പിക്കാം. ഇനി അല്ലെങ്കിൽ ഇവർക്ക് കുൽദീപിനെ കളിപ്പിക്കാം. പക്ഷെ കുൽദീപിനെ കളിപ്പിച്ചാലും ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങൾ നടന്നതുപോലെ സ്പിന്നിന് കുറച്ച് പിന്തുണ ഉള്ള സ്റ്റേഡിയം ആയിരിക്കില്ല, ഒരു പിച്ച് ആയിരിക്കില്ല ഓവലിലേത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 150-130 കണക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ത്യൻ ടീമിൽ 3 സ്പിന്നേഴ്സിന് ആവശ്യമുണ്ടോ? അങ്ങനെ വരുമ്പോൾ ഒരു കോമ്പിനേഷൻ ഇഷ്യൂ വരുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇനിയിപ്പോൾ കുൽദീപിനെ കളിപ്പിച്ചിട്ട് ഈ മത്സരത്തിൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെ കുൽദീപിനെ മാറ്റി നിർത്താം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം കുൽദീപ്, എൻ്റെ അഭിപ്രായത്തിൽ കുൽദീപ് ആയാലും അർഷദീപ് ആയാലും ആദ്യ ടെസ്റ്റിൽ തന്നെ കളിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷേ കളിപ്പിച്ചില്ല. പിന്നെ ഇടയ്ക്ക് അർഷദീപിന് ഒരു ചെറിയ ഇഞ്ചുറി ഇഷ്യൂ, ഒരു ഫിംഗർ ഇഞ്ചുറി ഇഷ്യൂ വന്നു. അപ്പോൾ എന്തായാലും അർഷദീപ് അരങ്ങേറാൻ നല്ല സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അർഷദീപിന് സ്യൂട്ട് ചെയ്യുന്ന ഒരു പിച്ച് തന്നെ ആയിരിക്കും. കാരണം ആ ഒരു സ്വിംഗ് ബോളിങ്ങിനെ സ്യൂട്ട് ചെയ്യുന്ന പിച്ച് തന്നെ ആയിരിക്കും. കുൽദീപിന്റെ കാര്യത്തിലാണ് എനിക്കൊരു ചോദ്യത്തിനുള്ളത്. അപ്പോൾ അതാണ് ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള പറയാനുള്ളത്. ഇപ്പോൾ പിച്ചിന്റെ കാര്യം ഇതിനിടയ്ക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സീം ബോളിങ്ങിനെ തുടങ്ങുന്ന പിച്ചായിരിക്കും, കുറച്ചുകൂടി ലൈവ്ലി സർഫസ് ആയിരിക്കും. എന്തായാലും ഒരു ഫ്ലാറ്റ് ഡെക്കായി പോകരുതേ, കാരണം അവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും ബെസ്റ്റ് ബോളറായ ബെൻ സ്റ്റോക്സ് ഈ മത്സരം കളിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇനി അവർ കുറച്ച് ഫ്ലാറ്റ് ഡെക്ക് ആക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ നിലവിൽ വരുന്ന ചിത്രങ്ങളും അനാലിസിസും ഒക്കെ വെച്ചിട്ട് സ്വിംഗ് ബോളിങ്ങിനെ പിന്തുണയ്ക്കുന്ന പിച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഈ ഒരു പിച്ചിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ത്യക്ക് ഈ ഒരു സുവർണ്ണ അവസരമാണ്. അതുപോലെ തന്നെ നിരവധി റെക്കോർഡുകൾ ശുഭ്മാൻ ഗില്ലിനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി മൈൽ സ്റ്റോൺസ് വരാനുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യക്ക് ഈ ഒരു മത്സരം വിജയിച്ചിട്ട് ഈ ഒരു സീരീസ് ഡ്രോ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. എന്തായാലും ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ, അതുപോലെ പ്ലേയിങ് 11 പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.